വന്നിട്ടുള്ള ചോദ്യം, ജീവിതത്തിന് അർത്ഥമുണ്ടോ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സുഖങ്ങളുടെയും പിന്നാലെ പോകുന്നത് ജീവിതം സുഖാസ്വാദനത്തിന് വേണ്ടി ആയതുകൊണ്ടാണോ? സുഖവും ആനന്ദവും തമ്മിൽ എന്താണ് വ്യത്യാസം? സുഖവും ആനന്ദവും ഒന്നാണോ? ഇതാണ് ചോദ്യത്തിന്റെ അവസാന ഭാഗം. അർത്ഥം, അതായത് പ്രയോജനത്തെയാണ് അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥിക്കപ്പെടുന്നത് അർത്ഥം. ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ? ഇതാണ്. ജീവിതത്തിന് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് കുറെക്കൂടി വിശാലമായ ഒരു ചോദ്യത്തിന്റെ ഒരു വിശേഷമാണ്. അത് ജഗത്തിന് അർത്ഥമുണ്ടോ എന്നതാണ്. ജീവിതം എന്നതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ഈ സമ്പൂർണ്ണ ജീവിതം, അതായത് ജഗത്തിന്റെ ജീവിതം സപ്രയോജനമാണോ നിഷ്പ്രയോജനമാണോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ്. ജഗത്ത് എന്ന് പറയുന്നത് സത്ത് എന്ന ആദിബോധത്തിന്റെ ഉത്ക്രാന്തിയാണ് എന്ന് പറയും. ഈ സത്തിന്റെ ഉത്ക്രാന്തിക്ക് പ്രയോജനമുണ്ടോ എന്ന ചോദ്യത്തിൽ എത്തുന്നത്, ഉത്ക്രാന്തി സാർത്ഥകമാണോ നിരർത്ഥകമാണോ, സപ്രയോജനമാണോ നിഷ്പ്രയോജനമാണോ എന്ന രൂപത്തിൽ ആകും ഈ ചോദ്യം. അതിൽ പ്രാഥമികമായിട്ട് കിട്ടുന്ന ഉത്തരം, പ്രയോജനം ഇല്ല എങ്കിൽ ഉത്ക്രമിക്കേണ്ടതില്ലായിരുന്നു. പ്രയോജനമാണ് പ്രവൃത്തിയുടെ പ്രേരണ. പ്രയോജനം ഉദ്ദേശിക്കാതെ ബുദ്ധിഹീനൻ പോലും ഒന്നും ചെയ്യില്ല എന്നാണ് ശങ്കരാചാര്യരുടെ സന്ദർഭത്തിൽ പറയും. പ്രയോജനമനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ മന്ദൻ ബുദ്ധിഹീനൻ. ബുദ്ധിയില്ലാത്തവൻ പോലും പ്രയോജനം ഉദ്ദേശിക്കാതെ ഒന്നും ചെയ്യില്ല. അപ്പോ ഈ സത്ത് എന്ന് പറയുന്ന ആദിബോധമാണല്ലോ. ബോധമായതുകൊണ്ട് അത് മന്ദനല്ല, മന്ദ അപി എന്നാണ് പറഞ്ഞത്. മന്ദൻ പോലും, ബുദ്ധിയില്ലാത്തവൻ പോലും പ്രവർത്തിക്കില്ല എന്ന് പറയുമ്പോ ബുദ്ധിയുള്ളവന്റെ കാര്യം പിന്നെ പറയണോ എന്ന അർത്ഥാപത്തിയാണ് ധനിക്കുക. ബുദ്ധിയുള്ളവൻ തീർച്ചയായിട്ടും ഒരു പ്രയോജനം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ എന്തും ചെയ്യുള്ളൂ. എല്ലാ വ്യവഹാരങ്ങളും സപ്രയോജനമാണ്. ഒരു പ്രയോജനം കണ്ടിട്ട് ആ പ്രയോജനത്തിന് വേണ്ടിയാണ് എല്ലാ വ്യാപാരങ്ങളും. എന്താണ് ഈ പ്രയോജനം? പിൽക്കാലത്തും എല്ലാ കാലത്തും ചർച്ചാ വിഷയമായിട്ടുണ്ട്. വ്യാസൻ മഹാഭാരതത്തിൽ പറയും, സുഖമാണ് എല്ലാ പ്രവൃത്തികളുടെയും പ്രയോജനം. സുഖാർത്ഥ സർവഭൂതാനാമത സർവ പ്രവൃത്തയ. സുഖം ആണ് എല്ലാ പ്രാണികളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും കാരണം. സുഖം എന്നത് എല്ലാ വ്യാപാരങ്ങളുടെയും പ്രയോജനമായതുകൊണ്ട് ജീവിതത്തിന്റെ പ്രയോജനവും സുഖം തന്നെയാണ്. സത്വത്ക്രമിച്ചതും സുഖത്തിന് വേണ്ടിയാണ്. മനുഷ്യന്റെ ജീവിതവും സുഖത്തിന് വേണ്ടി തന്നെയാണ്. സുഖമെന്ന പ്രയോജനം മിക്കവാറും അവിതർക്കിതമായിട്ട് ശേഷിക്കുന്നു. പക്ഷെ എന്താണ് സുഖം?
സുഖത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്താണ്? ഈ സങ്കല്പം എല്ലാവരിലും ഒരുപോലെ കാണപ്പെടുന്നില്ല. ഓരോ മനുഷ്യ വ്യക്തിയുടെ ജീവിതം നോക്കിയാൽ അതിൽ നിന്ന് അയാളുടെ സുഖസങ്കല്പം എന്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ സുഖസങ്കല്പത്തിനനുസരിച്ചിട്ടായിരിക്കും അയാൾ പ്രവർത്തിക്കുക. സുഖം കിട്ടാൻ വേണ്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും. അപ്പൊ അയാൾ എന്ത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതാണ് സുഖമെന്ന് അയാൾ വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒരുപോലെ അല്ല വിചാരിക്കുന്നു. ചിലർ പണം ഉണ്ടാക്കുന്നതാണ് സുഖമെന്ന് വിചാരിക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. പണം സമ്പാദിച്ചു കൂട്ടുക, ഉണ്ടാക്കി കൂട്ടും, ആർക്കൊന്നും കൊടുക്കില്ല. പലരും സ്വന്തം ആവശ്യത്തിന് പോലും ഉപയോഗിക്കില്ല. പണം ഉണ്ടാക്കുന്നതിലാണ് അവരുടെ സുഖം. അങ്ങനെയുള്ളവർ ഈ പണം തന്നെയാണ് സുഖം എന്ന് വിചാരിക്കുന്നു. വേറെ ചിലര് ഇതുപോലെ പണമുണ്ടാക്കാൻ വ്യഗ്രഹിക്കുന്നു. പക്ഷെ അത് പണം സമ്പാദിച്ചു കൂട്ടാനല്ല. അവര് ആ പണം ചെലവാക്കി പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പണം സ്വയം സുഖരൂപമല്ല. പണം സുഖത്തിന്റെ സാധനമാണ്. സുഖം വേറെ എന്തോ ആണ്. പക്ഷെ ആ സുഖം പണം കൊടുത്താൽ കിട്ടും. സുഖസാധനങ്ങൾ ഏതും പണം കൊടുത്താൽ കിട്ടും. അപ്പോൾ പണം എന്നത് പ്രാഥമികമായ ഒരു സുഖസാധനം. ഈ സുഖസാധനം കൊണ്ട് വേറെ സുഖസാധനങ്ങൾ വാങ്ങിക്കാം. അതുവഴി എല്ലാം സുഖം വരും. ഇങ്ങനെ സുഖിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്ന ചില ആളുകൾ. പണം സമ്പാദിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകളെ ധാരാളമായിട്ട് കാണാം സമൂഹത്തിൽ. അങ്ങനത്തെ ആളുകളെ കാണുമ്പോ ഒരു കാര്യം തീർച്ചയാവുന്നു, ഇവര് ഈ പണത്തെ സുഖമോ സുഖസാധനമോ ആയിട്ട് വിചാരിക്കുന്നില്ല. സുഖമാണ് എന്ന് വിചാരിച്ചാലും സുഖസാധനമാണെന്ന് വിചാരിച്ചാലും അത് നേടാൻ വേണ്ടി പ്രയത്നിക്കാത്തത് കൊണ്ട് അവർ പണത്തെ ഇത് രണ്ടുമായിട്ട് വിചാരിക്കുന്നില്ല. സുഖം വേറെ എന്തോ ആണ്, സുഖം വരുന്ന വഴി വേറെ എന്തോ ആണ്, സുഖത്തിന്റെ സാധനം വേറെ എന്തോ ആണ് എന്നവർ വിചാരിക്കും. അവരിൽ പലതരക്കാരുണ്ടാവും. അവിടെയും നമുക്ക് വീണ്ടും അവരെന്ത് നേടാൻ പ്രയത്നിക്കുന്നു എന്ന് നോക്കിയിട്ട് അവരുടെ സുഖസങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കും. ചിലര് ജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യഗ്രത അറിവ് നേടുക എന്നതാണ്. എപ്പോഴും അറിവിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, അറിവ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അറിയുന്നവരുടെ അടുത്തെല്ലാം പോയിട്ട് ചോദിക്കുക, ചോദിച്ച് കേട്ടറിയുക, വായിച്ചറിയുക, ചിന്തിച്ചറിയുക. ഇങ്ങനെ എപ്പോഴും ശ്രവണം, മനനം, നിധിധ്യാസനം, ധ്യാനം, ഇങ്ങനെ ജ്ഞാനാർജനത്തിനുള്ള പല പല പ്രവൃത്തികളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ കാണാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവര് ജ്ഞാനത്തെയാണ് സുഖമായിട്ട് വിചാരിക്കുന്നത്, അഥവാ സുഖത്തിന്റെ സാധനമായിട്ട് വിചാരിക്കുന്നത്. വേറെ ചിലർക്ക് മറ്റുള്ളവരെ സേവിക്കുന്നതിലായിരിക്കും താല്പര്യം. അവര് തനിക്ക് കിട്ടുന്ന പണം തനിക്ക് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ദീനർക്ക് വേണ്ടി, ദുഃഖിതർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി. അതിൽ സുഖം കണ്ടെത്തുന്നു. അവരുടെ സുഖസങ്കല്പം ഒന്ന് വേറെയാണ്. അന്യന്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലാണ് തൻ്റെ സുഖം. അങ്ങനെയുള്ള ആളുകളെയാണ് മഹാന്മാര് എന്ന് പറയാ. ഭർത്തൃഹരി പറയും, സ്വാർത്ഥോയസ്യ പരാർത്ഥയേവ സപുമാനേഷ സദാമഗ്രണി. യസ്യ സ്വാർത്ഥ പരാർത്ഥയേവ. ആർക്കാണോ സ്വാർത്ഥം പരാർത്ഥം തന്നെ ആയിരിക്കുന്നത്, അന്യന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് തൻ്റെ സുഖമെന്ന് വിചാരിക്കുന്നവർ. ഏഷ സതാം അഗ്രണി. അവരാണ് സത്പുരുഷന്മാരിൽ മുമ്പൻ.
അപ്പൊ ഇങ്ങനെ ആളുകളുണ്ട്. ചിലർ അധികാരമാണ് സുഖമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്തും അധികാരം നേടണം, ഏതെങ്കിലും തരത്തിലുള്ള അധികാരം. മറ്റുള്ളവരുടെ മേലെയാവുക, മറ്റുള്ളവരെ തന്റെ കീഴെയാക്കുക, മറ്റുള്ളവരുടെ മേൽ തന്റെ അധികാരം നടത്തുക. ഇങ്ങനെ ഇതിനു വേണ്ടി ഉണർന്ന ആളുകളെ കാണാം. അപ്പോൾ അവരുടെ സുഖസങ്കല്പം അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അധികാരമാണ് സുഖം, അല്ലെങ്കിൽ അധികാരമാണ് സുഖസാധനം എന്നവർ വിചാരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുടെ ജീവിതം കൊണ്ട് തന്നെ ജീവിതത്തിൽ പരസ്പര വിരുദ്ധങ്ങളായ സുഖസങ്കല്പങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ പറ്റും. ഇതിൽ മൗലികമായ ഒരു ചോദ്യം വരുന്നത്, ഇങ്ങനെയെല്ലാം വ്യഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാകാൻ കാരണമായത് ഈ സത്യന്റെ ഉത്ക്രാന്തിയാണല്ലോ. എല്ലാ സുഖങ്ങള്, സുഖസാമഗ്രികള്, സുഖസാധനങ്ങള്, ഇതെല്ലാം ഉണ്ടാകാൻ കാരണം സത്യന്റെ ഉത്ക്രാന്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സത്യന്റെ സുഖസങ്കല്പം എന്താണ് എന്നറിഞ്ഞാൽ അത് നമുക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് അറിയുന്നതിനേക്കാൾ കുറച്ചും കൂടി ആധികാരികമായിട്ട് അതിനെ വിചാരിക്കാമായിരുന്നു. ദൗർഭാഗ്യവശാൽ എവിടെ നിന്നാണോ നമുക്ക് ഈ സത്യന്റെ ഉത്ക്രാന്തിയാണ് ജഗത്ത് എന്ന ജ്ഞാനം കിട്ടുന്നത്, അവിടെ ഉപനിഷത്തിൽ ഈ സത്യന്റെ സുഖസങ്കല്പത്തെ പറ്റി ഒന്നും പറയുന്നില്ല. സത്തുത്ക്രമിച്ച സുഖത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയുന്നതും യുക്തി കൊണ്ടാണ്. സുഖത്തിന് വേണ്ടി ഉത്ക്രമിച്ചത് ഉപനിഷത്ത് പറയുന്നില്ല. ബലിഷ്ഠമായ യുക്തി കൊണ്ട് സുഖത്തിന് വേണ്ടി തന്നെയാണ് സത്ത് ഉത്ക്രമിച്ചത്, വേറെ ഒന്നിനു വേണ്ടിയും ഉത്ക്രമിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നിഗമനമാണ്. പ്രത്യക്ഷമായിട്ട് നമുക്ക് സത്യന്റെ സുഖസങ്കല്പം എന്താണെന്ന് അറിയാൻ വഴിയില്ല. കാരണം ഈ സത്ത് ഉത്ക്രമിച്ച് ഉണ്ടായ ജഗത്തിൽ എല്ലാതരം വൈരുദ്ധ്യങ്ങൾ കാണുന്നു, സംഘട്ടനങ്ങൾ കാണുന്നു, സംഘർഷം മൂലം ഉണ്ടാകുന്ന നാശങ്ങൾ കാണുന്നു. ഇങ്ങനെയെല്ലാം കാണുന്നത് കൊണ്ട് സത്യന് സുഖസങ്കല്പമുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റാതെ വരുന്നു. ഉണ്ടെങ്കിൽ ആ സുഖത്തിന് അനുഗുണമായിട്ടിരുന്നേനെ ജഗത്തിന്റെ സ്വഭാവം. സത്യന് ശാന്തിപൂർണമായ പുരോഗതിയാണ് സുഖമെന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഈ സത്ത ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്ത് ഈ ശാന്തിപൂർണമായ പുരോഗതിയിൽ തന്നെ രമിച്ചേനെ. അപ്പൊ സംഘടന ഉണ്ടാവില്ല. പക്ഷെ ഈ സത്ത് പരിണമിച്ചുണ്ടാകുന്ന മനസ്സുകൾ പരസ്പര വിരുദ്ധമായ ജീവിത വീക്ഷണങ്ങളോടുകൂടി, സുഖസങ്കല്പങ്ങളോടുകൂടി, അതുപോലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും സങ്കല്പങ്ങളോടുകൂടി ഇരിക്കുന്നു. എല്ലാം ഭിന്നമാണ്. ജയപരാജയങ്ങളുടെ സങ്കല്പവും എല്ലാവരിലും ഒന്നല്ല. ഒക്കെ പരസ്പര വിരുദ്ധ. ജഗത്ത് നിറയെ വൈരുദ്ധ്യങ്ങളാണ്. ഇതുപോലെ പലപ്പോഴും പല വ്യക്തികളെ നോക്കിയാൽ വ്യക്തികളുടെ ഉള്ളിലും വൈരുദ്ധ്യങ്ങളാണ്. സ്ഥിരമായ കാഴ്ചപ്പാടോ, സ്ഥിരമായ മനോഭാവമോ, സ്ഥിരമായ നിലപാടോ കാണാൻ പറ്റില്ല. എല്ലാം മാറി 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 വരുന്നു. ഒരേ സമയത്ത് തന്നെ പരസ്പര വിരുദ്ധമായ ആശയങ്ങള്, വീക്ഷണങ്ങള്, വിചാരങ്ങള്, വികാരങ്ങള് എല്ലാം ഉണ്ടാകുന്നു. ആകെപ്പാടെ ഒരു കുഴപ്പം പിടിച്ച അവസ്ഥയാണ് എല്ലായിടത്തും കാണുന്നു. ഇതെല്ലാം കാണുമ്പോൾ സത്തുക്രമിച്ചത് സുഖത്തിനു വേണ്ടി മാത്രമേ ആകാൻ സാധിക്കൂ എന്ന നിഗമനത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ഈ സത്തുക്രമിച്ചുണ്ടാകുന്ന, ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്ത് സുഖപൂർണമല്ല,
അത് സംഘർഷഭരിതമാണ്, അത് ദുഃഖഭൂയിഷ്ഠമാണ്, ആപത്തുകൾ നിറഞ്ഞതാണ്, അത് പലപ്പോഴും തകർച്ചയിലേക്ക് പോകുന്നു എന്ന് കാണാം. ഇങ്ങനെ പോകുന്നതും പ്രകൃതിയുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ്. ധർമ്മത്തിന്റെ തത്വം ചിന്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ധർമ്മം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജഗത്തിൽ, അഥവാ കുറച്ചും കൂടി ചുരുങ്ങിയ തോതിൽ ചിന്തിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മുടെ പര്യാവരണം, നമ്മുടെ എൻവയൺമെന്റ്, അതിൽ ഒരു വിധത്തിലുള്ള അവ്യവസ്ഥയും ഉണ്ടാക്കാതെ പ്രവർത്തിക്കുന്നതാണ്, ജീവിക്കുന്നതാണ് ധർമ്മം എന്ന്. ധർമ്മത്തിന്റെ സൂക്ഷ്മമായ രൂപം ചിന്തിക്കുന്നു. അവ്യവസ്ഥയിൽ പ്രവർത്തിക്കുക, വർക്കിംഗ് വിത്തൗട്ട് എൻട്രോപ്പി. എൻട്രോപ്പി എന്നത് ജഗത്തിനെ മുഴുവനും ഭരിക്കുന്ന ഒരു തത്വമാണ്. ഡിസോർഡർ, അവ്യവസ്ഥ, ക്രമഭംഗം. ഇതിനെപ്പറ്റി നമ്മൾ വളരെ വിസ്തരിച്ച് മുൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്രക്രിയ നടക്കുമ്പോൾ അവ്യവസ്ഥ ഉണ്ടാകുന്നത്? അവ്യവസ്ഥ ഇല്ലാതെ എങ്ങനെയാണ് ഒരു പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുക? ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തെർമോഡൈനാമിക്സിന്റെ നിയമം, രണ്ടാമത്തെ നിയമം, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. കാർനോട്ട് സൈക്കിള് പറഞ്ഞു. ഈ കാർനോട്ട് സൈക്കിളാണ് കർമ്മയോഗത്തിന്റെ ദൃഷ്ടാന്തമായിട്ട് നമ്മൾ പറഞ്ഞു. എന്താണ് കർമ്മയോഗം? ഇത് അനിവാര്യമാണ്, ഈ അവ്യവസ്ഥ ഉണ്ടാവുക എന്നത്. അവ്യവസ്ഥ വരാതെ കർമ്മങ്ങളെ ക്രമീകരിക്കുക, അത് വളരെ ബോധപൂർവം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അവ്യവസ്ഥ കടന്നു വരും. അവ്യവസ്ഥ വന്നാൽ ദുഃഖം ഉണ്ടാവും, സുഖത്തിന് പകരം ദുഃഖം ഉണ്ടാവും. സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിൽ തന്നെ ദുഃഖം ഉണ്ടാവും. എല്ലാവർക്കും ദുഃഖം ഉണ്ടാകുന്നത് അവര് സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നാണ്. ദുഃഖം ഉണ്ടാവാൻ വേണ്ടി ആരും ഒരു കർമ്മവും ചെയ്യില്ലല്ലോ. എല്ലാവരും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ കർമ്മങ്ങളിൽ തന്നെയാണ് നമുക്ക് ദുഃഖം വരുന്നത്. സുഖത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് ദുഃഖമുണ്ടായി എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്തതിൽ പിഴ പറ്റിയിട്ടുണ്ട്. ആ കർമ്മം അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല, ചെയ്യരുതാത്തതുപോലെ ചെയ്തു എന്ന് തീർച്ചയാണല്ലോ. അപ്പൊ നമ്മൾ സുഖം എന്ന് പറയുന്ന ഈ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം എന്ന് തന്നെ പറയാം. അതിനെ അൾട്ടിമേറ്റ് എയിം അതാണ്, സുഖം വേണമെന്നുള്ളതാണ്. പ്രവൃത്തി ഏതായാലും ആ പ്രവൃത്തി അവ്യവസ്ഥ വരാതെ ചെയ്യണം. അതുകൊണ്ടാണ് ധർമ്മമില്ലാതെ സുഖം ഉണ്ടാവില്ല. സുഖം ജന വിനാ ധർമ്മം, തസ്മാ ധർമ്മപരോ ഭവേത് എന്ന് പറഞ്ഞു. സുഖം കൂടാതെ ധർമ്മം, ധർമ്മം കൂടാതെ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ധർമ്മപരനാകണം. ധാരണം ചെയ്യുന്നത് ധർമ്മം, ധരിക്കുന്നത്, തന്നെ ധരിക്കുന്നത്, മുഴുവൻ ജഗത്തിനെയും ധരിക്കുന്നത്, ഓരോ നിമിഷത്തെയും ധരിക്കുന്നത്, ഓരോ നിമിഷത്തിലും ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസത്തെയും ധരിക്കുന്നത്. സർവത്ര ധാരണം എന്ന ക്രിയ ചെയ്യുന്നത് ഒരേ ഒരു വസ്തുവാണ്. ആ വസ്തുവിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ധാരണകർത്താവാണ് ധർമ്മം.
അപ്പോഴെവിടെയാണ് സുഖം? എന്താണ് സുഖത്തിന്റെ സാധനം എന്ന് നോക്കുമ്പോൾ ധർമ്മമാണ് സുഖസാധനം. ധർമ്മത്തിന് മാത്രമേ സുഖം തരാൻ കഴിയുള്ളൂ, വേറെ ഒന്നിനും കഴിയില്ല എന്ന് കാണാം. അതുകൊണ്ട് ജ്ഞാനികൾ, ബുദ്ധിമാന്മാർ, പ്രതിഭ ഉള്ളവർ എപ്പോഴും ധർമ്മത്തിൽ കൂടി സുഖം നേടാൻ ശ്രമിക്കണം. തൻ്റെ സുഖമായാലും കുടുംബത്തിന്റെ സുഖമായാലും ഗ്രാമത്തിന്റെ സുഖമായാലും രാഷ്ട്രത്തിന്റെ സുഖമായാലും മുഴുജഗത്തിന്റെ സുഖമായാലും ആ സകല സുഖത്തിൻ്റെയും മൗലികമായ കാരണം ധർമ്മമാണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ സുഖം ഉണ്ട്. ഇവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറഞ്ഞല്ലോ മഹാഭാരതത്തില്. യഥോ ധർമ്മസ്തോ ജയ എന്ന് ഗാന്ധാരി ദുര്യോധനോട് പറയാം. ഓ ധർമ്മസ്തത സുഖം എന്നും ഇതിനെ നമുക്ക് പറയാം. എവിടെ ധർമ്മമുണ്ടോ അവിടെ സുഖമുണ്ട്, എവിടെ ധർമ്മമില്ലയോ അവിടെ സുഖമില്ല. അപ്പൊ ധനമല്ല സുഖകാരണം, ധർമ്മമാണ് സുഖകാരണം. അതായത് അർത്ഥമല്ല സുഖത്തിന്റെ കാരണം, ധർമ്മമാണ് സുഖത്തിന്റെ കാരണം. അപ്പൊ ധർമ്മപരനായി തീരുക എന്നത് അങ്ങനെ ജീവിത ആദർശമായിട്ട് വരും. ഈ ധർമ്മം ധരിക്കുന്നത്, ധാരണം ചെയ്യുന്നത് എല്ലാ കാലത്തും ജഗത്തിനെ ധരിക്കുന്നത് ധർമ്മമാണ്. അതുകൊണ്ടാണ് അതിനെ സനാതനം എന്ന് വിശേഷിപ്പിക്കുന്നത്. സനാതന ധർമ്മം. സന എന്ന് പറയുന്നത് ത്രികാലവാചകമായ അവ്യയമാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 കാലങ്ങളെയും പറയുന്ന അവ്യയമാണ് സന. അതിൻ്റെ കൂടെ തന എന്ന് ചേർക്കുമ്പോൾ ആ കാലത്തെ സംബന്ധിക്കുന്നത്, ആ കാലത്തുള്ളത് എന്ന് പറയും. അപ്പൊ ത്രികാലങ്ങളിലും ഉള്ളത്. ത്രികാലം എന്ന് പറയുമ്പോൾ ജഗത്തില്ലാത്ത കാലത്തും അതുണ്ട്. ജഗത്തുണ്ടാകുന്നതിന് മുൻപും ജഗത്തുള്ള കാലത്തും ഇനി ജഗത്തില്ലാതായതിനു ശേഷവും ഏതാണോ ധാരണ കർത്താവായിരിക്കുന്നത് അത് ധർമ്മം. ജഗത്തില്ലാത്ത കാലം എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു വസ്തു അല്ല എന്ന് വരുന്നു. വസ്തുവാണെങ്കിൽ ജഗത്തിലേ ഉണ്ടാവുള്ളൂ. അത് ഒരു നിയമമാണ്. പരസ്പരതാ നിയമം അല്ലെങ്കിൽ പാരസ്പര്യ നിയമം, ലോ ഓഫ് മ്യൂച്വാലിറ്റി. ഈ പാരസ്പര്യ നിയമമാണ് എല്ലാറ്റിനെയും നിലനിർത്തുന്നത്, ധരിക്കുന്നത്. അതാണ് സനാതന ധർമ്മം. സുഖമാണ് വേണ്ടത് എങ്കിൽ ധർമ്മത്തെ അനുസരിക്കണം. ചെയ്യുന്നതൊക്കെ ധർമ്മ്യം ആയിരിക്കണം. എല്ലാ സങ്കല്പങ്ങളും വാക്കുകളും പ്രവൃത്തികളും ധർമ്മ്യമായിരുന്നാൽ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ എന്നാണ് ഭാരതത്തിന്റെ കാഴ്ച. ഇത് ജഗത്തിന്റെ ഉത്പത്തി പരിണാമങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ജഗത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തം, തിയറി ഓഫ് ദി ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ്, ജഗത് ഉത്പത്തി സിദ്ധാന്തം തന്നെ നമ്മളെ പഠിപ്പിച്ചത് ഇതാണ്. ഒരൊറ്റ വസ്തു പരിണമിച്ചാണ് ജഗത്ത് മുഴുവനും ഉണ്ടായത്. അതുകൊണ്ട് ഇതിലെല്ലാം സാർവലൗകികമായ സാപേക്ഷത ഉണ്ട്, യൂണിവേഴ്സൽ റിലേറ്റിവിറ്റി ഉണ്ട്. ഇതെല്ലാം ഇതരേതര സാപേക്ഷങ്ങളാണ്, ഇതരേതര ആശ്രിതങ്ങളാണ്. യൂണിവേഴ്സൽ ഇന്റർ ഡിപ്പെൻഡൻസ്. ഈ പരസ്പരത ഇല്ലാതെ ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല.
ഒരു അണുവിന് നിലനിൽക്കണമെങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും പരസ്പരത വേണം. പ്രോട്ടോണിനോ ന്യൂട്രോണിനോ നിലനിൽക്കുന്നതിലെ 3 ക്വാർക്കുകളുടെ പരസ്പരത വേണം. ഈ പരസ്പരത പോയെല്ലാം പോയി, പിന്നെ ജഗത്തില്ല. അടിമുടി ഈ ജഗത്തിനെ ഇങ്ങനെ നിലനിർത്തുന്നത് പരസ്പരതയാണ്. നിലനിന്നിട്ട് വേണ്ട സുഖം ഉണ്ടാവാൻ. നിലനിൽപ്പാണ് ഒന്നാമത്തെ സുഖം എന്ന് പറയുന്നത് നിലനിൽപ്പാണ്. ഇല്ലാതിരിക്കുന്നത് സുഖമില്ലാതിരിക്കാൻ കാരണമാണ്. ഇല്ലാത്തവന് സുഖം ഉണ്ടാവില്ലല്ലോ, ഉള്ളവനല്ലേ സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം ഉണ്ടായിരിക്കണം. ഉണ്ടായിരുന്നാലാണ് പിന്നെ സുഖത്തോടു കൂടി ഉണ്ടായിരിക്കുക എന്നത് പറയുന്നത്. രണ്ടാമത്തെയാണ്. ഉണ്ടായിരിക്കാൻ തന്നെ എന്താണ് കാരണം? ഉണ്ടായിരിക്കാൻ തന്നെ കാരണം പരസ്പരതയാണ്. നിലനിൽപ്പ് പരസ്പരതയിലാണ്. ഇനി എല്ലാ സുഖങ്ങളും പരസ്പരതയിൽ തന്നെയാണ്. ഈ പരസ്പരത ലംഘിച്ചാൽ ദുഃഖമാണ് ഉണ്ടാവുക. പിന്നെ സുഖം വേണ്ടവർ ധർമ്മത്തെ തന്നെ അനുസരിക്കണം, ധർമ്മത്തെ തന്നെ അനുഷ്ഠിക്കണം. ധർമ്മം നമുക്ക് സുഖം തരും. ധർമ്മത്തിന് മാത്രം സുഖം തരാൻ കഴിയുള്ളൂ, ഒന്നും കഴിയില്ല. അർത്ഥത്തിൽ സുഖമില്ല. അർത്ഥം സുഖസാധനവും അല്ല. അർത്ഥം എപ്പോൾ സുഖസാധനമായി തീരും? അർത്ഥം ധർമ്മത്തിന് അധീനമായിരിക്കുമ്പോൾ സുഖസാധനമാകുന്നു. ധർമ്മത്തിന് അധീനമല്ലാതെ വരുമ്പോൾ അതുതന്നെ ദുഃഖസാധനമാകുന്നു. ഇതുപോലെയാണ് കാമം. ധാർമ്മ്യമായ കാമം സുഖത്തിൽ കലാശിക്കുന്നു. കാമം വാസ്തവത്തിൽ ദുഃഖരൂപമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണല്ലോ. ആഗ്രഹം എപ്പോഴും ദുഃഖമാണ്. ആഗ്രഹത്തിന് സുഖമാവാൻ കഴിയില്ല. ആഗ്രഹപൂർത്തി സുഖമാണ്. ആഗ്രഹം സ്വയം ദുഃഖരൂപമാണ്. ആഗ്രഹപൂർത്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹരൂപമായ ദുഃഖം ഇല്ലാതെയാകലാണ്. വിശക്കുന്നു, വിശപ്പ് ദുഃഖമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിശപ്പ് മാറുന്നു. അപ്പോൾ നമുക്ക് സുഖമായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ സുഖം വല്ലതും വന്നിട്ടുണ്ടോ? അവിടെ ഇല്ല. വിശപ്പാൻ ദുഃഖമില്ലാതെയുള്ളൂ. അപ്പൊ സുഖങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നൊരു പക്ഷമുണ്ട്. വാസ്തവത്തിൽ സുഖമെന്നൊന്നില്ല. ദുഃഖമില്ലാതെയാകുന്നതിനെ വിപരീതമായിട്ട് നമ്മൾ സുഖമുണ്ടായി എന്ന് വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന ഒരു വാദം പ്രബലമായിട്ടുണ്ട്. പ്രാചീന കാലം മുതൽക്കുണ്ട്. പ്രതീകാരോ വ്യാധേ തത് സുഖമിതി വിപര്യസ്യതി ജന. വ്യാധേ പ്രതീകാര, വ്യാധി ദുഃഖം. അതിന്റെ പ്രതീകാരം, പരിഹാരം. ദുഃഖത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ദുഃഖം ഇല്ലാതെയാകുമ്പോഴോ തത് സുഖം ഇതി ജന വിപര്യസ്യതി. അത് സുഖമായി എന്ന് ആളുകൾ വിപരീതമായിട്ട് ധരിക്കുന്നു. അപ്പൊ ദുഃഖം നീങ്ങിപ്പോവൽ മാത്രമേ ഉള്ളൂ. എല്ലാ പ്രയത്നങ്ങളും അപ്പൊ ദുഃഖം നീക്കാം. ഭക്ഷണം കഴിക്കുക എന്നത് വാസ്തവത്തിൽ സുഖം കിട്ടലല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ സുഖമെന്ന് വിചാരിക്കുന്ന പലതും ഇതുപോലെ തൽക്കാലം ഉണ്ടാകുന്ന ദുഃഖത്തിന്റെ നിവൃത്തി മാത്രമാണ്. ദുഃഖ നിവൃത്തി രൂപമായ ഒരനുഭവത്തെ സുഖസിദ്ധിയായി നമ്മൾ തെറ്റായി ധരിക്കുന്നു എന്നാണ് പറയാം. പല സുഖങ്ങളും ഇങ്ങനെയാണ്. അതൊക്കെ നോക്കുമ്പോ ഈ ജ്ഞാനം എന്ന് പറയുന്ന സുഖം, അതിൽ വാസ്തവത്തിൽ സുഖത്തിന് ലബ്ധിയുണ്ട്. ജ്ഞാനമുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവം വെച്ചിട്ട് ചിന്തിക്കണം. യുക്തിയും അനുഭവവും കൊണ്ട് ചിന്തിച്ചു നോക്കാം. അജ്ഞാനം നീങ്ങിപ്പോയി എന്നതിൻ്റെ സുഖം മാത്രമല്ല. അജ്ഞാനം ദുഃഖമാണ്, ഇത് ശരി. പക്ഷെ അജ്ഞാനം നീങ്ങിപ്പോവുക എന്നത് മാത്രമല്ല ജ്ഞാനത്തിന്റെ പ്രയോജനം. ഒരു ജ്ഞാനം ഉണ്ടായാൽ ഈ ജ്ഞാനം കൊണ്ട് ഇനി ഭാവിയിൽ എല്ലാ കാലത്തും പല പ്രയോജനങ്ങളും ഉണ്ടാവും. വിശപ്പ് നീങ്ങിപ്പോയാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശപ്പ് വരുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കണം എന്നല്ലാതെ ആ ഭക്ഷണം കഴിച്ച് വിശപ്പ് നീക്കിയത് കൊണ്ട് ഇനി ഭാവിയിൽ ഒരു പ്രയോജനം ഉണ്ടാവാനില്ല. ജ്ഞാനം അങ്ങനെയല്ല.
ഒരിക്കൽ നേടിയ ജ്ഞാനം പിന്നെ എല്ലാ കാലത്തും ഉപകരിക്കുന്നു, പല വിധത്തിൽ ഉപകരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനമാണ് സുഖമെന്ന് വിചാരിക്കുന്ന ആള് കുറച്ചും കൂടിയും വിവേകശാലിയാണ്. എന്നാൽ ഇതും പൂർണ്ണമായ സുഖമാണെന്ന് ചോദിച്ചാൽ അവിടെയും പൂർണ്ണമായ സുഖമല്ല. അത്ര വലിയ ജ്ഞാനിക്കും ദുഃഖങ്ങൾ വരുന്നത് കാണുന്നുണ്ടല്ലോ. ഒരിക്കലും ദുഃഖം വരാതെ ഇരുന്നാൽ മാത്രമേ സുഖമായി എന്ന് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ദുഃഖ അത്യന്ത നിവൃത്തി എന്ന് ഒരു പ്രയോഗമുണ്ട്. ദുഃഖ അത്യന്ത നിവൃത്തി, ദുഃഖ നിവൃത്തി വളരെ ചെറിയ സാധനങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്നതാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ. അത്യന്ത നിവൃത്തിയല്ല. എത്ര വെള്ളം കുടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ദാഹിക്കും. അതുപോലെ ഈ നിവർത്തിച്ചു പോയ ദുഃഖത്തിന്റെ ആവർത്തി കാണുന്നു, പുനരാവർത്തി, നിവൃത്ത പുനരാവർത്തി. നിവർത്തിച്ചു പോയ ദുഃഖത്തിന്റെ പുനരാവർത്തി, അത് പിന്നെയും വരുന്നു. അപ്പൊ പിന്നെ അതിനെ നിവർത്തിപ്പിക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടണം. അതിന്റെ സാധനങ്ങൾ സമ്പാദിക്കണം, അതിന്മേൽ പ്രവർത്തിക്കണം. ഇത് താൽക്കാലികമാണെന്ന് വരും. അതിന് ഭിന്നമായിട്ടാണ് ദുഃഖ അത്യന്ത നിവൃത്തി എന്ന വേദാന്തത്തിലാണ് ഇത് സാധാരണമായിട്ട് കാണാൻ പ്രയോഗം. അപ്പൊ അതിന്റെ കൂടെ സുഖത്തൊക്കെ പറയും നിത്യ നിരതിശയ സുഖപ്രാപ്തി, നിത്യവും നിരതിശയവുമായ സുഖത്തിന്റെ പ്രാപ്തി. നിത്യം ഒരിക്കലും നശിക്കാത്തത്, നിരതിശയം തനിക്ക് മേലെ ഒന്നില്ലാത്തത്. അങ്ങനെ നിത്യവും നിരതിശയവുമായ സുഖത്തിന്റെ പ്രാപ്തി മാത്രമാണ് സുഖം എന്നും പറഞ്ഞു. ആ സുഖം മോക്ഷമാണെന്ന് പറഞ്ഞു, മോക്ഷം കൈവല്യമാണെന്ന് പറഞ്ഞു. അത് സുഖമാണോ എന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക്. അങ്ങനെ ഒരു സുഖമുണ്ടോ? മോക്ഷം എന്ന് കേൾക്കുമ്പോ അത് വളരെ നല്ലതായിട്ട് തോന്നുന്നു നമുക്ക്. മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. മുചി ബന്ധശൈഥില്യേ എന്ന ധാതുവിൽ നിന്നാണ് മുക്തി മോക്ഷം എന്ന രണ്ട് വാക്കുകൾ ഉണ്ടാവും. ബന്ധം കെട്ട്, അതിന്റെ ശൈഥില്യം, കെട്ടുപൊട്ടി പോവുക, കെട്ടറുക്കുക, ഇതാണ് ഇതിന്റെ അർത്ഥം. നിശ്ചയമായിട്ടും സുഖമാണ്. ബന്ധനം ദുഃഖമാണ്, ബന്ധനം അഴിഞ്ഞു പോകുന്ന സുഖവുമാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ എന്താണ് ബന്ധനം, എങ്ങനെയാണ് അത് അഴിക്കുക? ഇവിടെ ബന്ധമെന്ന് പറയുന്നത് വേദാന്തത്തിലൊക്കെ പറയുന്നത് ജീവന്റെ ശരീര സംബന്ധമാണ് ബന്ധം എന്നാണ്. ശരീരത്തിൽ നിന്ന് വേറെ ആയിട്ടൊരു ജീവനുണ്ട്. ആ ജീവന് പാർക്കാനുള്ള വീട് പോലെയാണ് ഈ ശരീരം. അതിന്റെ ഭോഗ ആയതനമാണെന്നൊക്കെ പറയാറ്. ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഭോഗങ്ങൾ അനുഭവിക്കുക, പിന്നെ ആ ശരീരം ഇറങ്ങി പോവുക, വേറെ ശരീരത്തിൽ കയറുക. ഇങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്നാണ് വാദം. അതാണ് ജീവൻ. അപ്പൊ അതിന് ശരീരത്തോടുള്ള സംബന്ധമാണ് ബന്ധം. ജീവന്റെ ശരീര സംബന്ധം എന്ന് ബന്ധത്തെ നിർവചിച്ചിരിക്കുന്നു. അതിൽ നിന്നുള്ള മോക്ഷം, ആ ബന്ധമാണ് അറിയേണ്ടത്. അങ്ങനെ ശരീര സംബന്ധം ഇല്ലാതെയാവുക, ആ ജീവന് വേണ്ടി പിന്നെ ശരീരം ഇല്ലാതെയാവുക, ഗർഭവാസവും ജനനവും ഒക്കെ ഇല്ലാണ്ടാവുക, ജനനം ഇല്ലാതെയാവുക എന്നതാണ് അവിടെ ആദർശം. അപ്പോഴോ ഈ ജീവന് ശരീരവും ഇന്ദ്രിയങ്ങളോ ഒന്നും ഇല്ലാതെ തജന്യങ്ങളായിട്ടുള്ള തത്സംബന്ധികളായിട്ടുള്ള ദുഃഖങ്ങളും ഭയങ്ങളും ഒന്നും ഇല്ലാണ്ട് ആവാം എന്നാണ്. അങ്ങനെ വരുമ്പോൾ അത് സ്വരൂപത്തിൽ എത്തുന്ന, സ്വരൂപം എന്ന് പറയുന്നത് ശുദ്ധബോധമാണെന്ന് പറയാം. അപ്പൊ ആത്മാവ് നിന്റെ സ്വരൂപമായ ശുദ്ധബോധത്തിൽ എത്തുക. ഇതാണ് പരമമായ നിത്യ നിരതിശയ സുഖം എന്ന് പറയുന്നത്. അതിന് കൈവല്യം, കേവലന്റെ ഭാവമാണ് കൈവല്യം. കേവലൻ എന്നതിനർത്ഥം പറയുന്നത് ഒന്നിനോടും ഒരു സംബന്ധവും ഇല്ലാത്തവൻ എന്നാണ്.
ഉപനിഷത്തിന്റെ സിദ്ധാന്തം സ്വീകരിച്ചാൽ ഈ ബോധം ക്രമിച്ചെല്ലാം ആയി തീർന്നതുകൊണ്ട് എന്തെല്ലാം ഉണ്ടോ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്ത് എന്ന് പറയുന്നതിന്റെ ഘടകങ്ങളായിട്ട്, ഇതിന്റെ ഓരോ ഘടകം എടുത്താലും മുഴുവൻ ജഗത്തിനെ എടുത്താലും അതൊക്കെയും ഈ ബോധം തന്നെ ആ രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ബോധമാണ്. അതുകൊണ്ട് ജഗത്തിന്റെ കാരണമായി ഉപനിഷത്ത് കാണിക്കുന്ന സത്തിന് എല്ലാ ജാഗതിക പദാർത്ഥങ്ങളോടും അഭേദ സംബന്ധം ഉണ്ട്. താൻ തന്നെ ആയിരിക്കുക എന്നതാണ് അഭേദ സംബന്ധം. അഭേദ സംബന്ധം, ഭേദസംബന്ധം എന്ന് രണ്ടുവിധം സംബന്ധങ്ങൾ. ഒരു വസ്തുവിന് വേറെ വസ്തുവിനുള്ള സംബന്ധമാണ് ഭേദസംബന്ധം. ആ ഭേദം ഇല്ലാതെ തനിക്ക് തന്നോട് തന്നെയുള്ള സംബന്ധമാണ് അഭേദ സംബന്ധം. അപ്പം മണ്ണിനും കുടത്തിനും തമ്മിലുള്ള സംബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അത് അഭേദ സംബന്ധമാണ്. മണ്ണ് തന്നെയാണ് കുടം. മണ്ണ് കുടമെന്ന് വേറെ രണ്ട് വസ്തുക്കൾ കണ്ടിട്ട് അവയ്ക്ക് തമ്മിൽ സംബന്ധം ഉണ്ടാവുമല്ല. മണ്ണ് തന്നെയാണ് കുടം, കുടം തന്നെയാണ് മണ്ണ്. ഇത് തമ്മിൽ ഭേദമില്ല. ഇങ്ങനെ ഇരിക്കുന്നതാണ് അഭേദ സംബന്ധം. ന്യായശാസ്ത്രത്തിൽ അതിന് സമവായ സംബന്ധം എന്ന് പറയും, വേദാന്തത്തിൽ അഭേദ സംബന്ധം എന്ന് പറയും. ഈ അഭേദ സംബന്ധമാണ് സത്തിന് അതിൻ്റെ കാര്യങ്ങളായ എല്ലാ ജാഗതിക പദാർത്ഥങ്ങളോടും ഉള്ളത്. അതുകൊണ്ട് ഈ വിഷയകാരണമായി നിത്യമായി ബോധസ്വരൂപമായിരിക്കുന്ന ഈ വസ്തു ഒന്നിനോടും ഒരു സംബന്ധവും ഇല്ലാത്തതല്ല, എല്ലാറ്റിനോടും അഭേദ സംബന്ധം ഉള്ളതാണ്. ഇതൊക്കെ ഈ തത്വമസി പ്രകരണത്തിൽ പറയുന്ന വിശ്വോത്പത്തി സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. വേദാന്തം പഠിച്ചു നോക്കുമ്പോൾ വേദാന്തം അതിന് പ്രമാണ ഉപനിഷത്തുകളാണ് എന്ന് പറഞ്ഞാലും ഈ തത്വത്തെ അത് അംഗീകരിക്കുന്നതിനെ നിരാകരിക്കുന്നു. ഇതിനെ നിരാകരിച്ചിട്ടാണ് ജഗത്തിന്റെ കാരണമായ ബോധം നിർവികാരമാണ്, അപരിണാമിയാണ്, അതിനൊരു മാറ്റവും ഒരിക്കലും വരില്ല, അതിന് ഒന്നിനോടും ഒരു സംബന്ധവും ഇല്ല, അത് കേവലൻ ആണ്. അത് ഈ ജഗത്തിനെ ആരോപിച്ച് കാണുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഈ ആരോപിച്ച് കാണുക എന്ന ആശയം ഉപനിഷത്തിന് വിരുദ്ധമാണ്. ഉപനിഷത്ത് പരിണാമം തന്നെയാണ്. സത്ത് സങ്കല്പിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയി തീർന്നു എന്നാണ് ഭാഷ്യം. എല്ലാം ആയിത്തീരലാണ്, അല്ലാതെ എല്ലാത്തിനും ആരോപിക്കാനായിട്ട് അധിഷ്ഠാനമായിട്ട് ഇരുന്നു കൊടുക്കുകയല്ല. അധ്യാസ അധിഷ്ഠാനത്വമാണ് ഉപാദാനത്വം എന്ന വേദാന്തവാദം ഉപനിഷത്തിന് വിരുദ്ധമാണ്. സത്തിന്റെ ഉപാദാനത്വം അത് എല്ലാ വസ്തുക്കളും ആയിത്തീരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതാണ് മൂലപ്രകൃതി. എല്ലാം ആയിത്തീർന്ന ഏതത് പ്രകൃതി, ഏത് മറ്റൊന്നും ഉണ്ടായത് വികൃതി. ഇപ്പൊ ഒന്നിൽ നിന്നും ഉണ്ടായതല്ലാത്തതും എല്ലാം തന്നിൽ നിന്നുണ്ടാകുന്നതുമായിട്ട് ഏതാണ് ഉള്ളത്, ആ സത്താണ് മൂലപ്രകൃതി. വേറെ മൂലപ്രകൃതി ഇല്ല. അപ്പൊ ഈ ബ്രഹ്മവും ബ്രഹ്മത്തിന്റെ പ്രകൃതിയായിട്ടും മായയും എന്നൊക്കെ പറയുന്നതും വേദാന്തം കണ്ടുപിടിച്ചിട്ടുള്ള വരട്ടുവാദമാണ്. അത് ഉപനിഷത്തിന്റെ സിദ്ധാന്തമല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ നിത്യ നിരതിശയ സുഖം എന്ന് പറയുന്ന വേദാന്തത്തിൽ പറയുന്ന അവസ്ഥ കാൽപ്പനികമാണ് എന്ന് കാണാം. സത്ത് പരിണമിച്ചെല്ലാം ആയി തീർന്ന് ഈ പരിണമിച്ചുണ്ടാകുന്നു ഒക്കെ നശിക്കുന്നതായിട്ടും കാണുന്നു. നശിച്ചാൽ എന്ത് ശേഷിക്കുമെന്ന് ചോദിച്ചാൽ കാര്യം നശിച്ചാൽ കാരണം ശേഷിക്കും. അപ്പൊ എന്ത് നശിച്ചാലും സത്ത് ശേഷിക്കും. സത്ത് ഒരിക്കലും ഇല്ലാണ്ടാവില്ല. സത്തും കൂടി ഇല്ലാണ്ടായാൽ പിന്നെ ജഗത്തുണ്ടാവില്ലല്ലോ. അപ്പൊ സത്ത് എപ്പോഴും ശേഷിച്ചുകൊണ്ടിരിക്കും, അതിന് നാശമില്ല. എന്നാൽ ആ സത്താണോ പരമാനന്ദം, സത്താണ് പരമാനന്ദമെങ്കിൽ അതിന് പരിണമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പരിണമിക്കില്ല. പിന്നെ
അത് പരമാനന്ദമല്ലാത്തത് കൊണ്ടാണ് ഇത് പരിണമിച്ചത്. അതുകൊണ്ടാണ് ജഗത്തായത്. വേദാന്തികൾ ജഗത്തായി എന്ന് തന്നെ സമ്മതിക്കില്ല. കാരണം ജഗത്തായി സമ്മതിച്ചാൽ അവരുടെ വാദങ്ങളെല്ലാം പൊളിയും. അപ്പൊ ജഗത്തില്ലാത്തതാണ്, ജഗത്ത് എന്നൊന്നില്ല, അത് വെറും വിഭ്രാന്തിയാണ്, സ്വപ്നത്തിന് തുല്യമാണ് ജഗത്ത് നിങ്ങളൊരു വാദം. ഇങ്ങനെ അധ്യാരോപവാദമാക്കി മാറ്റി. അധ്യാസം എന്ന ഒന്ന് ശാരീരിക സൂത്രം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിലുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്, ഒന്നിനെ മറ്റൊന്നായിട്ട് ധരിക്കുക. കയറ് പാമ്പാണെന്ന് വിചാരിക്കുന്ന പോലെ. കയറ് പാമ്പാണെന്ന് വിചാരിക്കുന്നത് പാമ്പിനെ നേരത്തെ കണ്ട ഓർമ്മയുള്ള ആളാണ്. പാമ്പിനെ കണ്ടിട്ടുമില്ല, കണ്ടെങ്കിൽ അതിന്റെ ഓർമ്മയും ഇല്ല എങ്കിൽ അയാൾക്ക് കയറ് പാമ്പാന്ന് തോന്നില്ല. ഓർത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ കയറ് കാണുമ്പോൾ പാമ്പാന്ന് തോന്നുള്ളൂ. അങ്ങനെ തോന്നാൻ കാരണം കയറിനും പാമ്പിനും തമ്മിലുള്ള രൂപസാദൃശ്യമാണ്. ഇങ്ങനെ രൂപസാദൃശ്യം ബോധത്തിനും ജഗത്തിനും തമ്മിലില്ല. പരിണമിച്ചുണ്ടായി വന്ന രൂപമാണ് ജഗത്ത്. അപ്പൊ രൂപസാദൃശ്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ കയറ് പാമ്പാണ് തോന്നുന്നത് പോലെ ഈ ബോധം കണ്ടിട്ട് ജഗത്താണ് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഒരിക്കലും സാധ്യമല്ല. ബോധം പരിണമിച്ച് ശക്തിയായി, ശക്തി ദ്രവ്യമായി, ആറാരൂപങ്ങളുടെ ദ്രവ്യങ്ങളുണ്ടായി, ശക്തികളുണ്ടായി, ബോധങ്ങളുണ്ടായി. ജഗത്ത് ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ ജഗത്തിനെ നമ്മൾ അനുഭവിക്കുന്നത്. അനുഭവിക്കുന്നത് കൊണ്ട് ഈ ജഗത്ത് സത്യമാണെന്ന് തീർച്ചയാവുന്നു. ഇങ്ങനെയുള്ള ജഗത്തിലെ സുഖം ദുഃഖം ഇതാണ് ചിന്തിക്കേണ്ടത്. ഈ സുഖദുഃഖങ്ങൾ നോക്കുമ്പോഴാണ് എപ്പോഴും സുഖത്തിന്റെ കാരണം ധർമ്മവും ദുഃഖത്തിന്റെ കാരണം അധർമ്മവുമാണ് എന്ന് വരിക. ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ ജ്ഞാനം വേണം, വിവേകം വേണം, അല്ലാതെ സാധിക്കില്ല. അതുകൊണ്ടാണ് വിവേക പ്രകരണത്തില് സുഖത്തെ രണ്ടായിട്ട് തിരിച്ചു പറഞ്ഞത്. ശ്രേയസ് പ്രേയസ് എന്ന് രണ്ടുണ്ട്. വിവേകികൾ എപ്പോഴും ശ്രേയസിന് വേണ്ടി പരിശ്രമിക്കുന്നു, വിവേകമില്ലാത്തവൻ പ്രേയസിന്റെ പിന്നാലെ പോകുന്നു. ഈ ശ്രേയസ് രണ്ട് സുഖം തന്നെയാണ്. ഒന്ന് ക്ഷണികമാണ്, മറ്റത് കുറച്ച് താരതമ്യേന സ്ഥായിയാണ്. നിത്യമല്ലാതെ നിത്യമായിട്ട് സുഖമില്ല. കാരണം സുഖം അനുഭവിക്കുന്ന വ്യക്തി തന്നെ നിത്യനല്ല, പിന്നെ എങ്ങനെ നിത്യസുഖം ഉണ്ടാവണം? നിത്യനായ അനുഭോക്താവിനല്ലേ നിത്യമായ അനുഭവം ഉണ്ടാവുള്ളൂ. നിത്യനായ അനുഭോക്താവിനല്ലേ നിത്യമായ അനുഭോഗ്യം ഉള്ളൂ. അനിത്യൻ എങ്ങനെ ഉണ്ടാവും? അനിത്യന്റെ എല്ലാ സുഖങ്ങളും അനിത്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് മനുഷ്യരുടെ എല്ലാ സുഖങ്ങളും അനിത്യങ്ങളെ ആവുള്ളൂ. കാരണം മനുഷ്യൻ അനിത്യനാണ്. ബോധം നിത്യം അതുകൊണ്ട് കാര്യമില്ല. ബോധം മനുഷ്യനല്ല, അത് പരിണമിച്ചുണ്ടായ ഈ ദേഹേന്ദ്രിയങ്ങളോടെല്ലാം കൂടിയിട്ടുള്ള ജന്തുവാണ് മനുഷ്യൻ. അത് മരിച്ചാൽ തീർന്നു, അതിന് പിന്നെ ഒരു സുഖം ഉണ്ടാവാൻ കഴിയില്ല. അപ്പൊ എല്ലാ സുഖങ്ങളും കാലത്തിൽ പരിമിതപ്പെട്ടിരിക്കുന്നു. കാലദേശ പരിച്ഛിന്നമായിട്ട് മാത്രമേ സുഖം ഉള്ളൂ എന്ന് തീർച്ച. ആ സുഖത്തെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ധർമാധർമ്മങ്ങളാണ് ഇതിൽ നിയാമകമായിട്ടിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇത് നമുക്ക് ലോകത്തിൽ എടുത്തു നോക്കിയാലും കാണാം. അപ്പൊ ധനമാണ് സുഖം എന്ന് വിചാരിക്കുന്നവർ ധനം കുമിച്ചു കൂട്ടുന്നു, പക്ഷെ അവർക്ക് സുഖം കിട്ടുന്നില്ല. ധനികരായതുകൊണ്ട് ആരും സുഖികളാവുന്നില്ല. എത്രയോ ധനികൾ ദുഃഖികളായിട്ട് കാണുന്നുണ്ട്, എത്രയോ ദരിദ്രർ സുഖമായിട്ട് ജീവിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ സുഖത്തിന്റെ കാരണം വേറെ എന്താണ്? ആ സുഖത്തിന്റെ കാരണത്തെ ശരിയായി അറിയുമ്പോഴാണ് സുഖം ഉണ്ടാവുന്നത്. ഇതാണ് വസ്തുത. അങ്ങനെയാണ് ഈ ധർമ്മം എന്ന ഒരു മൂലതത്വത്തിൽ കയറി പിടിച്ചത് പ്രാചീന ഭാരതീയ മനീഷികൾ. ഇതാണ് കാരണം. ധർമ്മം, ധർമ്മമില്ലാതെ സുഖമുണ്ടാകില്ല. ധർമ്മമുണ്ടെങ്കിൽ സുഖം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ധർമ്മപരനായിരിക്കണം. ധർമ്മം തന്നെ ജീവിക്കുക, ധർമ്മത്തെ അറിയുക, ധർമ്മത്തെ അനുഷ്ഠിക്കുക. കാരണം ധർമ്മം ജഗത്തിന്റെ തന്നെ
നിലനിൽപ്പിന്റെ കാരണമാണ്. ഇതാണ് ജഗത്തിൽ ഒട്ടുവിലത്തെ രഹസ്യം. അതാണ് ഈ ധർമ്മം എന്നുള്ള. സത്യം തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ജ്ഞാനലക്ഷണമായിട്ടും അനുഷ്ഠാന ലക്ഷണമായിട്ടും ധർമ്മം രണ്ട് വിധമുണ്ട്. ജ്ഞാനലക്ഷണമായിരിക്കുമ്പോൾ അതിന് സത്യം എന്നും പേരുണ്ട്. അത് ആശയമാണ്, അറിവാണ്. അതുതന്നെ പ്രവർത്തിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ ധർമ്മമാകുന്നു. അതുകൊണ്ട് സത്യം ധർമ്മം എന്ന് രണ്ടില്ല. അറിയുമ്പോൾ സത്യം, ചെയ്യുമ്പോൾ ധർമ്മം. അതുകൊണ്ട് ഇതിനെ മാറി മാറി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. സത്യം പറയുന്നതിനെ പറ്റി അവൻ ധർമ്മം പറയുന്നു എന്ന് പറയാം. ധർമ്മം അനുഷ്ഠിക്കുന്നവനെ കുറിച്ച് അവൻ സത്യം അനുഷ്ഠിക്കുന്നു എന്നും പറയാം. കാരണം രണ്ടും തന്നെയാണ്. ഇതാണ് സത്യധർമ്മങ്ങളെ സംബന്ധിച്ച് ഭാരതത്തിനുള്ള സങ്കല്പം. യഥാർത്ഥമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഭാരതത്തിന്റെ സുഖദർശനം അല്ലെങ്കിൽ സുഖമീമാംസ ഉണ്ടായത്. ഇത് വളരെ പ്രധാനമാണ്. ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. ഈ സുഖമീമാംസയിലാണ് എല്ലാം ഇരിക്കുന്നത്. കാരണം ജീവിതത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ആത്യന്തികമായിട്ട് ഉണ്ടാകേണ്ട അറിവ് ഇതാണ്. എന്താണ് സുഖം എന്നുള്ളത്. സുഖമെന്നത് അത് നിർവചിക്കാൻ അത്ര എളുപ്പമല്ല. എന്താണ് സുഖമെന്ന് ചോദിച്ചാൽ അതിനെ നിർവചിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ വഴിക്കാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അനുകൂല വേദനീയം സുഖം. അതിന് വിപരീതമായിട്ട് പ്രതികൂല വേദനീയം ദുഃഖം. അനുകൂലമായ അനുഭവമാണ് സുഖം, പ്രതികൂലമായ അനുഭവം ദുഃഖം. അപ്പൊ നമുക്ക് അനുകൂലമായിട്ടുള്ള അനുഭവം, ഏതനുഭവം നമുക്ക് അനുകൂലമായിട്ടിരിക്കുന്നുവോ ആ അനുഭവം സുഖം. ഏതനുഭവം നമുക്ക് പ്രതികൂലമായിട്ടിരിക്കുന്നുവോ അത് നമുക്ക് ദുഃഖം. ഇങ്ങനെയാണ് ഒരുവന്റെ സുഖദുഃഖങ്ങളെ നിർവചിക്കാൻ സാധിക്കും. ഇത് കുറെയൊക്കെ ആത്മനിഷ്ഠമാണ്. തികച്ചും വസ്തുനിഷ്ഠമെന്ന് പറയാൻ സാധിക്കില്ല. സുഖദുഃഖങ്ങളുടെ കാരണം അനുഭവിക്കുന്ന ആളിലുമുണ്ട്, വിഷയത്തിൽ മാത്രമല്ല എന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിഷയത്തിലും വിഷയത്തെ അനുഭവിക്കുന്ന ആളിലും കൂടിയാണ് സുഖം ഇരിക്കുന്നത്. അതിന്റെ കാരണം പ്രിയ ഭാവനയാണ് എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രിയമായിരിക്കുന്നുവോ അത് കിട്ടുമ്പോൾ സുഖം, അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം. ഏത് അപ്രിയമായിരിക്കുന്നുവോ അത് കിട്ടിയാൽ ദുഃഖം, അത് അടുത്ത് വന്നാൽ ദുഃഖമായി, അത് അകന്നു പോയാൽ സുഖമായി. ഇങ്ങനെ പ്രിയാപ്രിയ ഭാവനകളാണ് സുഖദുഃഖങ്ങൾക്ക് നിയാമകമായിട്ടിരിക്കുന്നത് എന്ന് വരുന്നു. അപ്പൊ ഏത് പ്രിയം ഏത് അപ്രിയം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രിയാപ്രിയ ഭാവനയുടെ തന്നെ രഹസ്യമാണ്. പ്രിയാപ്രിയങ്ങളുടെ സത്യം എന്താണ്? പ്രിയം എന്ന് നമ്മൾ വിചാരിക്കുന്നതും അപ്രിയം എന്ന് വിചാരിക്കുന്നതും ഒരേ സത്ത് പരിണമിച്ചുണ്ടായതല്ലേ? കാരണം എന്നല്ലേ? മൂലകാരണത്തിൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? പ്രിയോ. അതുകൊണ്ട് വാസ്തവത്തിലെല്ലാം പ്രിയമായിട്ടല്ലേ തോന്നണ്ട. അപ്പൊ പ്രിയം ഒന്നേ ഉള്ളൂ എന്ന് വരും. ആകെ ഒരു പ്രിയം. ആ പ്രിയം അതാണ്. ആ പ്രിയമാണ് ബോധം. അതാണ് അനുഭോക്താവ്. അത് തന്നെയാണ് അനുഭോജ്യം. അതിൽ തന്നെയാണ് അനുഭവം ഉണ്ടാകുന്നത്. അനുഭോജ്യം, അനുഭോക്താവ്, അനുഭവം എന്ന മൂന്നും എല്ലാ അനുഭവങ്ങളിലും ഈ മൂന്ന് ഘടകങ്ങളുണ്ട്. അതിനെ ത്രിപുടി എന്ന് വിളിക്കുന്നു. മൂന്ന് പുടങ്ങള്, പുടം ചെയ്തള്, ഈ മൂന്ന് പുടങ്ങളുണ്ട് എല്ലാ അനുഭവങ്ങളിലും. ഈ മൂന്ന് പുടങ്ങളും ഇതിനെ ത്രിപുടീഭാവം എന്ന് വിളിക്കാറുണ്ട്. മൂന്ന് ഇതളുകളായിട്ടിരിക്കുന്ന അവസ്ഥ. ഇത് പോണം. ഈ ത്രിത്വം എന്നത് അനുഭവപ്പെടാതെ ഇതൊന്നാണ് എന്ന പരമാർത്ഥ ജ്ഞാനത്തിൽ എത്തണം. അപ്പൊ ത്രിപുടീഭാവമില്ല, ത്രിപുടി ലയിച്ചു പോയി എന്ന് പറയാം. ഇതാണ് ശ്രീധരണ ഗുരു ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന തത്വം എന്ന് പറഞ്ഞത്. ആ ത്രിപുടി മുടിയുമ്പോഴാണ് തത്വം തെളിയുക. അപ്പോഴാണ് ഞാൻ എന്ന് വിചാരിച്ചത് ഈ സത്തിനെയായിരുന്നു. എൻ്റെ ധനം, എൻ്റെ ഭാര്യ, എൻ്റെ പുത്രന്മാര്, എൻ്റെ വീട് എന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഈ സത്തിനെ തന്നെയായിരുന്നു. എൻ്റെ അനുഭവം എന്ന് ഞാൻ വിചാരിച്ചതും വാസ്തവത്തിൽ ഈ സത്തിനെ തന്നെയാണ്.
അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന തത്വത്തിലേക്ക് വരും. അങ്ങനെയാണ് ഈ സുഖം ദുഃഖം എന്ന ദ്വന്ദ്വത്തിന്റെ അപ്പുറത്തേക്ക് പോവുക. ഏകാന്തമായിട്ട് സുഖം നേടലല്ല ആദർശമായിട്ട് ഭാരതം പറഞ്ഞു എന്നുള്ളത്. പിന്നെയോ ദ്വന്ദ്വ അതീതനായി തീരുക. ഈ ദ്വന്ദ്വം, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ശീതമുണ്ടെങ്കിൽ ഉഷ്ണമുണ്ട്, എപ്പോഴും ദ്വന്ദ്വമാണ്. ദ്വന്ദ്വാതീതനായിട്ടിരിക്കുക എന്നതാണ്. ദ്വന്ദ്വത്തിന്റെ അപ്പുറത്തേക്ക് പോവുക. ഇതാണ് നമ്മുടെ ആദർശം. ഇതാണ് ജ്ഞാനികൾ നേടുന്നത്. നേടുന്നവനെയാണ് ജ്ഞാനി, ധീരൻ, വിവേകി എന്നെല്ലാം പറയുന്നത്. ഈ ദ്വന്ദ്വത്തിനെ അതിവർത്തിച്ചവനെയാണ്. ദ്വന്ദ്വാതിവർത്തനമാണ് ഇപ്പോ ജീവിതത്തിൽ ആദർശം ആകേണ്ടത്. ഇതല്ലാതെ സുഖദുഃഖങ്ങളെ സംബന്ധിച്ച് വേറൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ സാധിക്കില്ല. വേറെ ഒരു കാഴ്ചപ്പാട് നവീകരിക്കാനും കഴിയില്ല. ഇതാണ് ഭാരതത്തിന്റെ കാഴ്ച. ഇനി സുഖവും ആനന്ദവും ഒന്നാണോ എന്നാണ് ഇതിന്റെ അവസാന ഭാഗം. സുഖം എന്ന് സാധാരണ പറയുന്നത് ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന സുഖാനുഭവത്തെയാണ്, അനുകൂല അനുഭവം. ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അനുകൂല അനുഭവത്തെയാണ് സുഖം എന്ന് വിളിക്കുന്നത്. ഇന്ദ്രിയ സുഖം എന്നതിന് ചിലപ്പോൾ പറയാറുണ്ട്. സുഖമേ ഇന്ദ്രിയമാണ്, അതുകൊണ്ട് ഇന്ദ്രിയ സുഖം എന്ന് പറയേണ്ട കാര്യമില്ല. പദത്തിന് തന്നെ പറയുന്ന അർത്ഥം ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ ആനന്ദം എന്താണെന്നുള്ളതാണ്. ആനന്ദം കുറച്ചും കൂടി വിശാലമായ അർത്ഥം. ആങ് എന്ന ഉപസർഗം ചേർത്ത് നന്ദ് എന്ന ധാതു. അങ്ങനെ പദത്തിന് എല്ലായിടം എന്ന അർത്ഥത്തിലാണ്. ആ സമന്ത അതെല്ലായിടത്തും, നന്ദതേ എല്ലായിടത്തു നിന്നും സുഖം ഉണ്ടാവുക, സർവതോമുഖമായ സുഖം. ഇതാണ് ആനന്ദം. അത് ഇന്ദ്രിയത്തിൽ പരിമിതമായിരിക്കുന്നില്ല. ഇന്ദ്രിയത്തിൽ പരിമിതമായിരിക്കുന്ന സുഖങ്ങള്, വിഷയസുഖം, ഇപ്പോ സൗന്ദര്യം കാണുന്നു നമ്മൾ, അത് കണ്ണിന് മാത്രമാണ് ആനന്ദം ഇത്. കണ്ണിനാണ് രൂപം കാണുക. അതുപോലെ മധുരമായ ശബ്ദം, സംഗീതം കേൾക്കുന്നു, അത് ചെവി കൂടിയാണ് കേൾക്കുക. കണ്ണിന് സംഗീതം ആസ്വദിക്കാൻ കഴിയില്ല, ചെവിക്ക് സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. പിന്നെ പിന്നിലൊക്കെ അനുഭവിക്കുന്ന ബോധമുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ ഈ സുഖത്തിന് ഇങ്ങനെ പരിമിതിയുണ്ട്. അത് ഇന്ദ്രിയത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൂടി പ്രവർത്തിക്കുന്നു, ഇന്ദ്രിയ കേന്ദ്രിതമായിട്ട് ഇരിക്കും. സമഗ്രമായതാണ് ആനന്ദം. അപ്പൊ സാമഗ്ര്യമാണ് ആനന്ദത്തിന്റെ വിശേഷം. ഇന്ദ്രിയനിഷ്ഠതയാണ് സുഖത്തിന്റെ വിശേഷം. ഇതേ പറയാനുള്ളൂ. ബാക്കി അനുകൂല അനുഭവങ്ങൾ രണ്ടിനും തുല്യമാണ്. സുഖം ആനന്ദ, പിന്നെ അനുകൂല അനുഭവമാണ്. ആനന്ദവും അനുകൂല അനുഭവം തന്നെയാണ്. സ്വരൂപത്തിൽ വ്യത്യാസമില്ല. ഇങ്ങനൊരു അർത്ഥഭേദമാണ് സുഖത്തിനും ആനന്ദത്തിനും തമ്മിൽ പറയാറ്. അപ്പൊ രണ്ടും തികച്ചും ഒന്നാണെന്ന് പറയാൻ സാധിക്കില്ല, അതിന് ഭേദം ഉണ്ട്. ഭേദത്തെയും കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാം. ഈ സുഖം ആനന്ദം ഇത് ഇങ്ങനെ വിവേചിച്ച് അറിയേണ്ടതാണ്. അപ്പൊ അതിൻ്റെ ചിന്തിക്കാനൊരു വഴി ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വഴിക്ക് ചിന്തിച്ചു പോയാൽ ഇതുപോലെ ഒരുപാട് ആശയങ്ങളിൽ എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ സുഖമീമാംസയെ വിപുലീകരിച്ചു കൊണ്ടുപോകാം. അതിന് ഓരോരുത്തരും സ്വയം പ്രയത്നിക്കുക.